നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ ഈ കോട്ട് എടുത്തിട്ട് രക്ഷയില്ല, അല്ലെങ്കിൽ നമ്മൾ വീണ് പോകും. അതുപോലെ നല്ലതാണ് അപ്പം. പിന്നെ ഇവിടെ ആക്രമിക്കുന്ന മൃഗങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ പോണി ആയാലും മാൻകൂട്ടങ്ങൾ, പിന്നെ അതുപോലെ തന്നെ മുയല്, പിന്നെ കുതിരകള്, പിന്നെ കഴുതകള്, അതൊക്കെയാണ് ഈ ഫോറസ്റ്റിൽ പ്രധാനമായിട്ടും കാണുന്നത്. ഇവരൊന്നും ഉപദ്രവിക്കത്തില്ല. ഈ ഫോറസ്റ്റിൽ എപ്പോൾ വേണമെങ്കിലും വന്ന് ഇങ്ങനെ ചില്ലൊക്കെ ചെയ്യാം. നമ്മൾ ഇതുവഴിയൊക്കെ നടക്കുമ്പോഴേ ഓരോ പുൽത്തകിടി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതെല്ലാം ഒരു ആർട്ട് വർക്ക് പോലെ നമുക്ക് തോന്നും. നമ്മുടെ ഈ നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ബുക്കുകളുടെ ഈ പുറം പേജ് കാണത്തില്ലേ, കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ബുക്കിൻ്റെ ഒരു പുറം പേജ് ഉണ്ടെന്നില്ല, നല്ല പിക്ചറായിട്ടുള്ള. അപ്പം ആ ഒരു രീതി അതുപോലൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം പായലാണെങ്കിൽ പോലും ഒരു മരക്കമ്പിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന പായൽ ആയാൽ പോലും അതിന് പോലും ഒരു ആർട്ട് വർക്ക് ഉള്ള പോലെ തോന്നും. രസമാണ് കേട്ടോ. ഈ ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് രസം. നമ്മളെ കാടെങ്കിൽ പോലും വലിയൊരു മൈതാനം പോലെ, ചെറിയ 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 കുറ്റിക്കാടുകൾ പോലെ. ഈ ന്യൂ ഫോറസ്റ്റ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ചെടിയായത് മുള്ളുണ്ട്. അതുപോലെ ഈ മഞ്ഞ പൂക്കളായിരിക്കും കൂടുതലും. മഞ്ഞ പൂക്കൾ ഒരുപാടുണ്ട്. കൂട്ടം കൂടി ഒരുപാട് നിൽക്കുന്നത് കാണാൻ പറ്റും.